അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ, അവൻ്റെ തെരഞ്ഞെടുപ്പിനാൽ ഹിദായത്ത് ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. ആ ഹിദായത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഗാംഭീര്യവും നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ നിലകൊള്ളുന്ന ആദർശത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്, ഒരു ഹാഫിളായ വ്യക്തി യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന സാഹചര്യത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ന്യൂനതകൾ പിശാച് ഉപയോഗപ്പെടുത്തുമെന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഒരു നസ്രാണി പെണ്ണിനെ കാണാനിടയായതും അതിലേക്ക് ആകൃഷ്ടനായി അവളിലേക്ക് എത്തിപ്പെട്ടതും പിന്നീട് ഇസ്ലാം എന്ന മഹത്തായ ആദർശത്തെ വെടിഞ്ഞ് കുഫറിലേക്ക് പോയ ആ ഒരു മനുഷ്യനോട് പിന്നീട് സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുമായിരുന്നു, റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനു മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലായിരുന്നുവെങ്കിൽ എന്ന് അവിശ്വാസികൾ കൊതിച്ചു പോകുമായിരുന്നു എന്ന് പറയുന്ന ആ വചനം മാത്രമാണ് അദ്ദേഹം ഓതിക്കൊടുത്തത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത്, നാം നിലകൊള്ളുന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇസ്തിഖാമത്ത് എന്ന വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതോടൊപ്പം പ്രവാചകന്മാരോട് പോലും ആ വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി എന്നതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൻ്റെ 112-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു പറയാണ്, ഫസ്തഖിം കമാ ഉമിർത. പ്രവാചകനോട് ആദ്യം പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ കൽപ്പിക്കപ്പെട്ട പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം? നിലകൊള്ളണം. ശേഷം പറഞ്ഞു, വമൻ താബ മഅക്. നിങ്ങളോടൊപ്പം തൗബ ചെയ്ത് മടങ്ങി, അതായത് ഹിദായത്തിലേക്ക് കടന്നു വന്നവർ, അവരും എന്ത് ചെയ്യണം? ആ രൂപത്തിൽ നിലകൊള്ളണം. അള്ളാഹു എന്തൊന്നാണോ കൽപ്പിച്ചത്, ആ കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കാൻ, അതിന് ഇസ്തിഖാമത്ത് ഉണ്ടാകണം, നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് ആ ആയത്തിന്റെ ബാക്കി പറഞ്ഞത്, വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു പറയാണ്, നിങ്ങൾ അതിര് കവിയുന്ന ആളുകളാകാൻ പാടില്ല. ചരിത്രം വായിക്കുമ്പോൾ അതിര് കവിഞ്ഞവരെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടേ ഉള്ളൂ. ഇസ്ലാമിൽ പോലും അതിര് കവിയാൻ ശ്രമിച്ചവർ, ചില ആളുകൾ പഠിപ്പിച്ചടത്തു നിന്ന്, വസത്തിയത്തിൽ നിന്ന് ഒരല്പം അതിര് കവിഞ്ഞപ്പോഴേക്ക് അവർ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഖവാരിജികളുടെ ചരിത്രം പറയാതെ തന്നെ നമ്മൾ അറിയുന്ന വിഷയങ്ങളാണ്. ആ ഖവാരിജികൾ യംറുകൂന മിനദ്ദീൻ കമാ യംറുകു സ്സമഉ വറമിയ എന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ ഖവാരിജികൾ തെറിച്ചു പോയിട്ടുണ്ട്. കിലാബു അഹ്ലിന്നാർ, അവർ നരകത്തിലെ നായകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ദീനിൽ അതിര് കവിഞ്ഞപ്പോഴാണ്. ദീനിൽ സ്വഹാബത്ത് മനസ്സിലാക്കാത്തതുപോലെ ആയത്തുകളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ദീനിൽ നിന്ന് ഒരല്പം ഓവറായപ്പോഴാണ് അവർ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകാനുള്ള കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും
ഈ ഒരു അവസ്ഥയിലായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. ആരാണ് ഏതവസ്ഥയിലേക്കാണ് മാറിപ്പോകുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ദീനിൽ അടിയുറച്ചു നിൽക്കണമെന്ന് പഠിപ്പിക്കുന്ന ആ ഒരു ഹദീസിൽ കാണാൻ സാധിക്കുന്നത്, പിന്നീട് ബാക്കിയുള്ള ഭാഗം, രാവിലെ മുഅ്മിനായിരുന്നവൻ വയുംസി കാഫിറ, വൈകുന്നേരം കാഫിറായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്നാണ്. ആ ഒരു കാലഘട്ടം ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടമാണോ എന്ന് പരിശോധിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് 2 വിസ്ഡം ഡേയിൽ പങ്കെടുത്തപ്പോഴും അവിടെ വായിച്ച പാഠക്കുറിപ്പിൽ നമ്മൾ അറിയാതെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ വിവാദമായി കൊണ്ടിരിക്കുന്ന നിലവിളക്കുമായി ബന്ധപ്പെട്ട വിഷയം. അതൊരു പക്ഷെ സാധാരണ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്വാസ രംഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ നമ്മൾ ആദർശത്തെ ഒന്ന് പഠിക്കണം എന്നാണ്. ആ ആദർശം ആഴത്തിൽ പഠിച്ച് നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഇസ്തിഖാമത്ത് ഉണ്ടാകണം എന്നത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ഖുർആനിൽ മുൻഗാമികളുടെ പ്രാർത്ഥനയെ എടുത്തു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളുടെ പ്രാർത്ഥന പറഞ്ഞപ്പോൾ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഈ ആയത്ത് മുൻഗാമികൾ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഹിദായത്ത് തന്നതിന് ശേഷം വലാലത്തിലേക്ക്, വഴികേടിലേക്ക്, അധർമ്മത്തിലേക്ക്, വഴികേടിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ വഴിതിരിച്ചു വിടരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു മനുഷ്യൻ ഏതവസ്ഥയിലും വഴിമാറിപ്പോയിക്കോളാം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലോ സംരക്ഷണമോ അല്ലെങ്കിൽ ആ ഹിദായത്ത് ലഭിച്ചവൻ്റെ ശ്രദ്ധക്കുറവോ കൊണ്ടുപോലും എന്തു ചെയ്യും? തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സംസാരത്തിൽ, ചിന്തകളിൽ, പ്രവർത്തനങ്ങളിൽ നാം അറിയാതെ ശിർക്കും കുഫറും കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്നത് സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹുനൈൻ യുദ്ധത്തിലേക്ക് യാത്ര തിരിക്കുന്ന ആ പുതുമുസ്ലിമീങ്ങളായ ആളുകളുടെ ചരിത്രം വായിക്കുമ്പോൾ ആ ഹദീസ് പറയുന്ന സമയത്ത് നമുക്കത് ഓർമ്മ വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ദാത്തു അൻവാത്തി എന്ന് പറയുന്ന മരം കാണാനിടയായപ്പോൾ പുതുമുസ്ലിമീങ്ങളായ ആളുകൾ പറഞ്ഞു, ഇജഅൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ദാത്തു അൻവാത്ത് ഉണ്ടാക്കി തരണം, അവർക്ക് ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ. എന്തിനാ? വാൾ തൂക്കിയിട്ട് ബറക്കത്തെടുക്കാൻ വേണ്ടി മാത്രം, അത് ഇലാഹാക്കാനൊന്നും അല്ല, ഒരു ചെറിയൊരു ബറക്കത്തെടുക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്ത് പറയുമ്പോൾ പ്രവാചകൻ പ്രതികരിച്ച് എങ്ങനെയെന്നറിയോ? ഹാദാ കമാ ഖാലത്ത് ബനു ഇസ്രാഈൽ ലി മൂസ. മൂസ അലൈഹി ഇസ്ലാമിന്റെ സമുദായം തൻ്റെ പ്രവാചകനായ മൂസ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചതുപോലെയുള്ള ചോദ്യമായി പോയി. ഇത് വമ്പിച്ച ചോദ്യമാണ്. എന്താ സംഭവം? ശേഷം പ്രവാചകൻ പറഞ്ഞു, ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ആ മൂസ അലൈഹി ഇസ്ലാമിന്റെ കൗം എന്താ ചോദിച്ചത്? അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ, ആരാധ്യന്മാരുള്ളതുപോലെ, ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞതുപോലെയുള്ള ചോദ്യമായി പോയി എന്നാണ് പുതുമുസ്ലിമീങ്ങളായ സ്വഹാബത്തിന്റെ ജീവിതത്തിലാണ്. അപ്പൊ ഇതുപോലെ ഒരുപക്ഷെ നമ്മുടെ ആദർശം സംരക്ഷിക്കുന്നിടത്ത് പലപ്പോഴും ചില സംസാരങ്ങൾ കൊണ്ടോ ചില നിലപാടുകൾ നമ്മൾ കാണിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടോ ഇസ്ലാമിൽ നിന്നും തെറിച്ചു പോകുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്നത് ഏറ്റവും അടുത്ത നിലവിളക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഏതായാലും എന്തുകൊണ്ടാണ് ഇസ്തിഖാമത്ത് ഉണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഇസ്തിഖാമത്തുള്ള ഒരു മനുഷ്യനെ ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ. എന്താണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? ഇസ്തിഖാമത്ത് എന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലേ? ഒരുപാട് കേട്ടിട്ടുണ്ട് ഇസ്തിഖാമത്ത്. പക്ഷേ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അൽ ഇസ്തിഖാമത്തു കിനായത്തുൻ അനി തമസ്സുകി ബി അംരില്ലാഹി തആല ഫിഅലൻ വതർകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയത്തിൽ, കൽപ്പിച്ച വിഷയത്തിൽ അത് ഒഴിവാക്കലുമുണ്ട്, അത് പ്രവർത്തിക്കലുമുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടും അല്ലാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ആ കാര്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുക, അത് സ്ഥിരമായി അത് ശ്രദ്ധിക്കുക എന്നതാണ് ഇസ്തിഖാമത്ത്. എപ്പോഴെങ്കിലും നിസ്കരിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതല്ല. ഏതെങ്കിലും ക്ലാസ് കേട്ട് കുറച്ച് നാളുകൾക്ക് മാത്രം അവരുടെ ആ വിശ്വാസ രംഗത്ത്
അവർ പാലിക്കേണ്ട കാര്യങ്ങൾ കീപ്പ് ചെയ്തു പോയി എന്നതുകൊണ്ട് ഇസ്തിഖാമത്തായില്ല. അവൻ്റെ മരണം വരെ അവൻ്റെ റൂഹ് അവൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് വേർപ്പെടുന്നത് വരെ അവൻ ശ്രദ്ധിക്കേണ്ട അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് പ്രവർത്തിച്ചുകൊണ്ടും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുമാണ് ഇസ്തിഖാമത്ത് ഉണ്ടാകേണ്ടത് എന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്തഖാമു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിലകൊള്ളണം, നിങ്ങൾ ഇസ്തിഖാമത്തോടു കൂടി നിലകൊള്ളണം. എങ്ങനെ? അഖ്ലസുൽ അമല ലില്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ കർമ്മങ്ങൾ എന്താകണം? ഇവിടുത്തെ സെൻട്രലിലെ ഭാരവാഹികൾ അറിയാനോ, അല്ലെങ്കിൽ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലക്ഷ്യത്തിനോ ദുന്യവിയായ ലാഭങ്ങൾക്കോ വേണ്ടി ആകരുത്. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും, അത് 1 രൂപ 1 റിയാല് നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കണമെങ്കിലും ശരി, അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം. അങ്ങനെയുള്ള ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ മരണം വരെ നമ്മൾ ചെയ്യണം എന്നതാണ് അഖ്ലസു അൽ അമൽ. നിങ്ങളുടെ കർമ്മങ്ങളിൽ എന്ത് വേണം? നിങ്ങൾ ഇഖ്ലാസ് ഉണ്ടാക്കി തീർക്കണം. ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഖുൽ ആമൻതു ബില്ലാഹി ഫസ്തഖിം. എന്ത് ചെയ്യണം? ആമൻതു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം. പറഞ്ഞാൽ മാത്രം മതിയോ? മുസ്ലിം ആണെന്ന് പറഞ്ഞു, മുജാഹിദാണെന്ന് പറഞ്ഞു, മുവഹിദാണെന്ന് പറയുന്നു, പക്ഷെ അതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിലോ അവിടെ ഇസ്തിഖാമത്തില്ല എന്നാണ്. ഫസ്തഖിം, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ആ പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും വേണം. അവിടെയാണ് ഇസ്തിഖാമത്തുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഖാമത്ത് പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു. നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവാണ് റബ്ബ് എന്ന് ഉറച്ച് വിശ്വസിച്ച് പറയണം. പറഞ്ഞതിന് ശേഷം എന്താ വേണ്ടത്? സുമ്മസ്തഖാമു, അതിൽ നിലകൊള്ളണം. അള്ളാഹുവാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാലും മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന ആളുകളുണ്ട് അല്ലേ? നമ്മുടെ നാടുകളിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്ന് വീഴാൻ പോകുമ്പോഴേക്ക് യാ മുഹീദ്ദീനെ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന്റെ കാവൽ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവിടെ ഈ ആയത്ത് പഠിപ്പിക്കുന്ന എന്താ? എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. പിന്നെ മുഹീദ്ദീൻ ഷെയ്ഖിലേക്ക്, അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങളിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റു ആരാധ്യ വസ്തുക്കളിലേക്ക്, ഏതെങ്കിലും ഖബറിലേക്ക്, ജാറങ്ങളിലേക്ക് അല്ല അവൻ്റെ അഭയം, മറിച്ച് അള്ളാഹുവിലേക്ക് മാത്രം, റബ്ബിലേക്ക് മാത്രം. തൻ്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഇറക്കി വെക്കേണ്ടത് റബ്ബിലേക്ക്, തവക്കുൽ മുഴുവൻ റബ്ബിലേക്ക്. സുമ്മസ്തഖാമു, നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളണം. അതിൽ 5 കാര്യങ്ങൾ പണ്ഡിതന്മാർ എടുത്തു പറയുന്നുണ്ട്. ഫീഹി ഖംസത്തു ഔജുഹ്, 5 കാര്യങ്ങളാണ് അതിലുള്ളത് എന്നാണ്. അഹദുഹ, അതിൽ ഒന്നാമത്തെ സുമ്മസ്തഖാമു അല അന്നല്ലാഹ റബ്ബഹും വഹ്ദഹ്, തൗഹീദാണ്. ഒന്നാമത് എണ്ണിയ തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ സർവ്വതും സമർപ്പിക്കുക, തവക്കുലും പ്രതീക്ഷയും അതുപോലെ തന്നെ ഇഖ്ലാസും, അങ്ങനെ തുടങ്ങി റബ്ബിൽ സമർപ്പിക്കേണ്ടത് മുഴുവൻ സമർപ്പിച്ച് റബ്ബിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. നമ്മൾ ഹജ്ജിന്റെ ഒരു ആയത്തിൽ നമ്മൾ ഇങ്ങനെ പഠിക്കണുണ്ട്. നിങ്ങൾ ഇന്ന് അസ്മാഉൽ ഹുസ്ന പഠിച്ചപ്പോഴും ഒരായത്ത് നമ്മൾ പറഞ്ഞതാണ്. എന്ത്? അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ മനുഷ്യർ കണക്കാക്കുന്നില്ല എന്നാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അത് കണക്കാക്കുന്നത് പോലെ, കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ റബ്ബിനെ ബോധ്യപ്പെടുന്നത് നമുക്ക്. അവിടെയാണ് നമ്മുടെ തൗഹീദ് ഉറയ്ക്കുന്നത്, അവിടെയാണ് ഇസ്തിഖാമത്ത് ഉണ്ടാകുന്നത്. അപ്പൊ റബ്ബിനെ മനസ്സിലാക്കേണ്ടത് രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകും. അതിൽ ഒന്നാമത്തത് തൗഹീദിലുള്ള ഇസ്തിഖാമത്താണ്. ഒരിക്കലും നമ്മുടെ ആദർശത്തെ പണയം വയ്ക്കുന്ന, ആദർശത്തെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ദുന്യവിയായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും ആദർശത്തിന്റെ ആളുകൾക്ക് വേണ്ടിയോ അടിവറ വെക്കേണ്ട ഒരു സാഹചര്യം ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തിനാ ഹിജ്റ പോയത്? ആദർശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞില്ലേ, 1 വർഷം നമുക്ക് നിങ്ങളെ ദൈവത്തെ ആരാധിക്കാം, അടുത്ത വർഷം നിങ്ങൾ നമ്മളെ ദൈവത്തെ ആരാധിക്കാം. ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവോ എന്ന് ചോദിച്ചു. എന്താ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിക്കപ്പെട്ടു. എന്താണ്? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. നോ അഡ്ജസ്റ്റ്മെന്റ്. അവിടെ ഒരു കോംപ്രമൈസ്,
അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ദീനിന്റെ വിഷയത്തിലില്ല, ആദർശത്തിന്റെ വിഷയത്തിലില്ല എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൗഹീദിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു മഖ്ലൂക്കിന്റെ മുമ്പിലും നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകാൻ പാടില്ല എന്നതാണ് ഇസ്തിഖാമത്തിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. തൗഹീദിന്റെ വിഷയത്തിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം പൊളിഞ്ഞു. ഇസ്തിഖാമത്ത് ബാക്കി എന്തു വിഷയത്തിൽ, നിസ്കാരത്തിന്റെ വിഷയത്തിലുണ്ടെങ്കിലും, നോമ്പിന്റെ വിഷയത്തിലുണ്ടെങ്കിലും, സക്കാത്തിന്റെ വിഷയത്തിലുണ്ടെങ്കിലും അവൻ ആ ഇസ്തിഖാമത്ത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതേസമയം ഒന്നാമത് ഉണ്ടാകേണ്ടത് നമ്മുടെ തൗഹീദിന്റെ വിഷയത്തിലാണ്. ആ തൗഹീദിൽ നമുക്ക് ഇസ്തിഖാമത്തുണ്ടോ ബാക്കിയുള്ളതെല്ലാം എളുപ്പമാകുമെന്നാണ്. രണ്ടാമത്തെന്നറിയോ, അസ്സാനി ഇസ്തഖാമു അലാ തഅതിഹി വഅദാഇ ഫറായിദിഹി. അവിടെ രണ്ടാമതായി എണ്ണിയത് നിസ്കാരത്തിന്റെ വിഷയം. അദാഇ ഫറായിദ് എന്ന് പറഞ്ഞാൽ നിർബന്ധ കാര്യങ്ങൾ നിർവഹിക്കുക, അത് പൂർത്തീകരിക്കുക, അത് രണ്ടാമത് എണ്ണിയത്. മാത്രമല്ല അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ള വിഷയം. ഒരാൾ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് തൗഹീദ് ഉൾക്കൊണ്ടാൽ മാത്രമാണല്ലോ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണല്ലോ. ആ തൗഹീദ് ഇല്ലാത്ത ആളുകൾ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ അനുസരിക്കുക? അതുകൊണ്ട് തന്നെ തൗഹീദ് ഒന്നാമത് ഇസ്തിഖാമത്ത് ഉണ്ടാകണം. രണ്ടാമത്തത് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലും അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിലും അതിൽ തന്നെയും ഫർലായ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിലും നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകണം. എന്ന് വെച്ചാൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഇസ്തിഖാമത്തുള്ളവരായി മാറണം. അതുപോലെ തന്നെ റമദാൻ മാസത്തിന്റെ നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ ഇസ്തിഖാമത്തുള്ളവരായി മാറണം. സക്കാത്തിന്റെ വിഷയത്തിൽ ഇസ്തിഖാമത്ത്, അങ്ങനെ തുടങ്ങി ഫർലായി പഠിപ്പിച്ച ഏതൊരു കാര്യവും ഇസ്തിഖാമത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അസ്സാലിസു, മൂന്നാമത്തത് അല ഇഖ്ലാസിദ്ദീനി, നാം ആചരിക്കുന്ന ഈ മതത്തിന്റെ വിഷയത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ വലിയ കാര്യമാണെങ്കിലും ശരി, ആ ചെയ്യുന്ന കാര്യത്തിൽ എന്തുണ്ടാകണം? ഇഖ്ലാസ് ഉണ്ടാകണം. ആർക്കു വേണ്ടിയാകണം? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. വേറൊരു സൃഷ്ടിക്കും വേണ്ടിയല്ല, ഏതെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ദുനിയാവിൽ കുറെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ചെയ്യുന്ന ഉഖ്റവിയായ നന്മകൾ അത് പരലോക രക്ഷയ്ക്കും അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയും മാത്രമായിരിക്കണം. അവിടെയാണ് നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകേണ്ടത്. കാരണം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പ്രവാചകൻ ഒരൊറ്റ സഹാബി മാത്രം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആ തുടങ്ങിയ ഹദീസ് 700ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു എന്നാണ് ഒറ്റ ഹദീസിന്റെ വിഷയത്തിൽ. അതിന്റെ ഗൗരവമാണ്, യഥാർത്ഥത്തിൽ ഇഖ്ലാസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തി തരുന്നത്. അതുകൊണ്ട് ഇഖ്ലാസ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നിസ്കരിക്കുന്നത് അല്ലാത്ത ആളുകളിൽ നിന്ന് പ്രീതി ലഭിക്കാനും ഇഷ്ടം ലഭിക്കാനും അവരെ കാണിപ്പിക്കാനാണെങ്കിൽ ആ നിസ്കാരം കൊണ്ട് യാതൊരു ഫലവുമില്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും, നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഏതൊരു കർമ്മവും അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല എങ്കിൽ, പ്രവാചകൻ ബാക്കി പറഞ്ഞ ഹദീസിന്റെ ബാക്കി എന്താ? ഫമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹ അവ ഇംറഅതൻ യൻകിഹുഹ ഫഹിജ്റതുഹു മാ ഹാജറ ഇലൈഹി. അവൻ എന്തിനാണോ ഉദ്ദേശിച്ച് ഹിജ്റ ചെയ്തത് അതിനായിരിക്കും അവന്റെ ഹിജ്റ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്തിഖാമത്തോടുകൂടി, അത് ഇഖ്ലാസോടുകൂടി നമ്മൾ നിർവഹിക്കണം എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അറാബിയ, നാലാമത്തത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, സുമ്മസ്തഖാമു ഫി അഫ്ആലിഹിം കമസ്തഖാമു ഫി അഖ്വാലിഹിം. നമ്മൾ പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു. അപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നു, എന്നിട്ട് എൻ്റെ പ്രസംഗത്തിൻ്റെ ഞാൻ പറയുന്ന വാക്കുകളോട് യാതൊരു നിലയ്ക്കും യോജിക്കാത്ത രൂപത്തിലാണ് എൻ്റെ പ്രവർത്തനങ്ങളെങ്കിൽ ഇതിൽ ഇസ്തിഖാമത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് പൂർണ്ണമായ നീതി പുലർത്താൻ സാധിക്കണം എന്നതുപോലെ നമ്മൾ ഓരോരുത്തരും പറയുന്ന വാചകങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് പൂർണ്ണമായ നീതി പുലർത്താൻ, അതിൽ ഇസ്തിഖാമത്ത് ഉണ്ടാകാൻ, അത് പ്രവർത്തന രംഗത്ത് ഇസ്തിഖാമത്തോടുകൂടി നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അൽ ഖാമിസു, അഞ്ചാമത്തത്, സുമ്മസ്തഖാമു സിർറൻ കമസ്തഖാമു ജഹ്റൻ. നമ്മൾ പുറത്ത് നല്ല ഉഷാറാണ്, നല്ല വെള്ള വസ്ത്രം ഇട്ട് നല്ല താടിയൊക്കെ വളർത്തി നല്ല ഉഷാറായി നമ്മൾ പുഞ്ചിരിച്ച് ജീവിക്കുന്നു.
പുറമേ നല്ല ഉഷാറാണ്, ആളുകൾ കണ്ടാൽ ഇദ്ദേഹത്തെ പോലെ നല്ല വ്യക്തി വേറൊരാളില്ല എന്ന് പറയുമ്പോഴേക്ക് അത് നമ്മുടെ രഹസ്യത്തിലേക്കും അള്ളാഹു അങ്ങനെ നമ്മെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്ന അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രവാസികൾ എന്ന നിലയ്ക്ക് നമ്മെ പിശാച് പിടികൂടാൻ നല്ല ചാൻസുകളുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ രഹസ്യ ജീവിതം നന്നാക്കണം, അതിൽ ഇസ്തിഖാമത്തുണ്ടാകണം. പുറമേ നമ്മൾ എങ്ങനെ മാന്യത നടിക്കുന്നുവോ അതുപോലെ ഉള്ളും നമ്മുടെ മാന്യത അത് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം, അതിൽ ഇസ്തിഖാമത്തുണ്ടാകണം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് രഹസ്യവും പരസ്യവും നന്നാക്കി അതിൽ ഇസ്തിഖാമത്ത് നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കണം. എങ്കിലാണ് നമ്മുടെ ഈ ഹിദായത്ത് എന്ന ഈ ഒരു നല്ല സൽപാന്താവിലൂടെ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഖാമത്തുള്ള ഒരു മനുഷ്യനെ ഉപമിച്ചത് ഒരു ജബലിനോടാണ്, മലയോടാണ്. നമുക്ക് മലയെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, മലപ്പുറം പ്രദേശത്ത് നിന്നാണ് അധികം ആൾക്കാരുള്ളത്. അതുമല്ല, നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെയും മലകൾ നിറഞ്ഞ നാടാണ്. എന്താണ് മലയുടെ പ്രത്യേകത? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യകൂന മസലഹു കമസലിൽ ജബൽ. ഒരു ഇസ്തിഖാമത്തുള്ള മനുഷ്യൻ അവൻ ഒരു ജബലിനെ പോലെയാണ്, ഒരു മലയെ പോലെയാണ്. ലി അന്നൽ ജബല ലഹു അർബഅ അലാമാത്ത്. കാരണം ഒരു മലയ്ക്ക് 4 അടയാളങ്ങളുണ്ട്, 4 സവിശേഷതകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഒന്നാമത്തത് ചൂടിൽ ഉരുകുകയില്ല എന്നതാണ്. അല്ലെ, എന്തുമാത്രം ചൂടാണ്! നമുക്കൊന്ന് പുറത്തിറങ്ങി തിരിച്ചു കയറുമ്പോഴേക്ക് നമുക്ക് ക്ഷീണാണ്. AC ഇല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒന്ന് കാറ് വെയിലത്തിട്ടിട്ട് പിന്നീട് കാറിലേക്ക് കയറുമ്പോഴേക്ക് നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്നാൽ ആ ചൂടിലും AC ഇല്ലാതെ നിലനിൽക്കുന്നത് ജബലുകൾ, മലകൾ. അതിനൊരു കേടുപാടും സംഭവിക്കാതെ അത് നിലനിൽക്കുന്നു, ഉരുകിപ്പോകുന്നില്ല, ഉരുകി നാശമാകുന്നില്ല. അല്ലെ, ജബല് മല എന്നത് ഉരുകിപ്പോകാതെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഇനി തണുപ്പാണെങ്കിലും 2 കാലഘട്ടവും വരുമല്ലോ, തണുപ്പും ചൂടും വരാറുണ്ട്. ആ തണുപ്പിന്റെ കാലഘട്ടത്തിൽ വിറച്ചിട്ട് പ്രയാസപ്പെടുന്ന ഒരവസ്ഥ മലകൾക്കുണ്ടാവുകയില്ല എന്നാണ്. അതുപോലെ തന്നെ കാറ്റത്ത് പറക്കുകയില്ല. ഇവിടെ കാറ്റ് നല്ലോണം അടിച്ചു വീശും, അവിടെയും കാറ്റത്ത് എന്ത് ചെയ്യുന്നില്ല, മല പറന്നു പോകുന്ന സാഹചര്യമില്ല. നാലാമത്തത്, വെള്ളപ്പൊക്കത്തിൽ മുങ്ങി നശിക്കുകയില്ല എന്നാണ്. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ ഇത് എടുത്ത് ഉപമിച്ച് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്തിഖാമത്തുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ വിശ്വാസത്തിൽ ഉറപ്പുണ്ടെങ്കിൽ, അവന്റെ കർമ്മങ്ങളിൽ ഇസ്തിഖാമത്തുണ്ടെങ്കിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ ഇസ്തിഖാമത്തുണ്ടെങ്കിൽ, അവന് പിന്നെ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും, എത്ര വലിയ വെയിലെന്ന് ഉദ്ദേശിച്ചത് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എന്തെല്ലാം വന്നാലും ശരി, അവനെ പിന്നെ കുലുക്കാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല എന്നാണ്. എന്തെല്ലാം ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ ആക്രമിക്കാൻ വരുന്നു എന്ന് ഒരാൾ പറഞ്ഞാലും, ഇസ്തിഖാമത്തുള്ള, വിശ്വാസ രംഗത്ത് ഇസ്തിഖാമത്തുള്ള, ആദർശ രംഗത്ത് ഇസ്തിഖാമത്തുള്ള ഒരു മനുഷ്യൻ കുലുങ്ങുകയില്ല എന്നാണ്. അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെച്ചിട്ടാണ് ഇപ്പൊ നിന്നെ ആരാ രക്ഷിക്കണമെന്ന് ചോദിച്ചത്. എന്താ പറഞ്ഞത്? അല്ലാ. ഇസ്തിഖാമത്തുണ്ട്, അവിടെ വിജയം കിട്ടി. അതേ കത്തി എടുത്ത് തിരിച്ചു കൊടുത്തപ്പോൾ, തിരിച്ച് കഴുത്തിൽ വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇസ്തിഖാമത്തില്ല, മാന്യനാണ്, എന്നൊന്ന് വെറുതെ വിടണം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യം. അവിടെ കഴുത്തിൽ കത്തിവെച്ച സമയത്ത് പ്രവാചകന്റെ മുന്നിലുണ്ടായിരുന്നത് അല്ലാ എന്ന വാചകമാണ്. അവിടെ ഇസ്തിഖാമത്തുള്ളതാണ്. ആ ഇസ്തിഖാമത്ത് നമുക്ക് നിലനിൽക്കുന്ന കാലത്തോളം എത്ര വലിയ പ്രതിസന്ധികൾ നമ്മെ പിടികൂടാൻ വരുന്നു എന്നറിഞ്ഞാലും ശരി, നമുക്കൊരു കുലുക്കം ഉണ്ടാവില്ല. ഇല്ലേ, നമ്മുടെ നാടുകളിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു. വിശ്വാസികളെ പുറത്താക്കാൻ പോവുകയാണ്, അല്ലെ, പിന്നെ പല രൂപത്തിലുള്ള സെൻസസുകൾ നടത്തി ആളുകളെ പുറത്താക്കാൻ പോവുകയാണ്, എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ വിശ്വാസികളുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രയാസവുമില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, പ്രതിസന്ധികളെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള അക്രമം കടത്തിക്കൂട്ടാത്ത, അതായത് ശിർക്ക് കടക്കാത്ത രൂപത്തിൽ അവരുടെ തൗഹീദിൽ ഇസ്തിഖാമത്തുണ്ടെങ്കിൽ എന്താ നമുക്ക് കിട്ടുന്ന നേട്ടം? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം. അവർക്ക് നിർഭയത്വം ഉണ്ടെന്നാണ്. ഒന്നും പേടിക്കേണ്ടതില്ല, ഒന്നിനും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അള്ള ഉണ്ട് എന്നുള്ള ആ ഒരു ബോധവും ആ ഒരു തവക്കുലും നമുക്ക് അതിജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇസ്തിഖാമത്തിന് ആ ആയത്ത് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുമ്പോൾ വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിന്റെ 153-ാമത്തെ ആയത്തിലൂടെ പറയാണ്. എന്താ പറഞ്ഞെന്നറിയോ? ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീം. പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീം, ഇതാണ് എൻ്റെ ചൊവ്വായ മാർഗം. ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ എന്ത് ചെയ്യണം? ആ മാർഗത്തെ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, മറ്റു മാർഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? പിൻപറ്റരുത്. പ്രവാചകൻ ഇങ്ങനെ സ്വഹാബത്തിനെ മുൻനിർത്തിയിട്ടാണ് ഒരു വര വരച്ചു, നീളത്തിൽ ഒരു വര വരച്ചു. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ വേറെ കുറേ വര വരച്ചു. എന്നിട്ട് ഹാദാ സിറാത്തി, ഇതാണ് എൻ്റെ മാർഗം, ആ നേരായ പാത. ഇതിൽ പിരിഞ്ഞു പോകുന്ന കുറേ കക്ഷികൾ ഉണ്ടാകും, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ വളരെ ഗൗരവത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട്. ബിദ്അത്തിന്റെ കക്ഷികൾ വ്യാപകമാണ് നമ്മുടെ നാടുകളിൽ, ഈ നാടുകളിലുമുണ്ട്. നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ നാടുകളിൽ നിന്ന് ഇവിടേക്ക് ചേക്കേറിയ ഒരുപാട് ആളുകൾ അത്തരം ബിദ്അത്തിന്റെ കക്ഷികളായി നിലനിൽക്കുന്നുണ്ട്. അത്തരം കക്ഷികളിൽ നിന്ന് നമ്മൾ ശരിയായ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിലനിൽക്കുവാൻ, അത് ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. നമുക്ക് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്തായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് എന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഇസ്തിഖാമത്തിന് സഹായിക്കുന്ന 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്തിഖാമത്തിന്റെ ഗൗരവം, അതിൽ നിലനിൽക്കേണ്ട പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം എങ്ങനെയാണ് ഇസ്തിഖാമത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആദർശ സംരക്ഷണ മേഖലയിൽ, നമ്മുടെ വിശ്വാസ കർമ്മ ആചാര മേഖലയിൽ നമുക്ക് എങ്ങനെ ഇസ്തിഖാമത്ത് നിലനിർത്താം എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പല കാര്യങ്ങൾ പറയുന്നതിൽ 5 കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കുകയാണ്. അതിൽ ഒന്നാമത്തത് അൽ ഇസ്ലാഹുൽ ഖുലൂബ്. നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം, ഇസ്ലാഹ് ഉണ്ടാക്കണം. നമ്മുടെ ഹൃദയം അത് മലീമസമാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ്. അത്തരം കറുപ്പ് നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ മാറാൻ പാടില്ല. മറിച്ച് നമ്മുടെ ഹൃദയം എപ്പോഴും സംരക്ഷിക്കപ്പെട്ട് പരിശുദ്ധമാക്കപ്പെട്ട് കളങ്കമറ്റ രൂപത്തിലുള്ള ഹൃദയമാകണം എന്നത് ഇസ്ലാം പ്രത്യേകിച്ച് താല്പര്യപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണം നമ്മുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഫഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അതെങ്ങാനും നന്നായി കഴിഞ്ഞാൽ ബാക്കി ശരീരത്തിന്റെ മറ്റവയവങ്ങൾ മുഴുവൻ നന്നായി കഴിഞ്ഞു. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, ഇനി അതെങ്ങാനും മോശമായി കഴിഞ്ഞാൽ, ആ ഒരു മാംസ കഷ്ണം മോശമായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ കേൾവി, കാഴ്ച, കണ്ണ്, അങ്ങനെ തുടങ്ങി തൻ്റെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ മുഴുവൻ മോശപ്പെട്ടതിലേക്ക് പോകുന്നതാണ്. അതേതാ? അലാ വഹിയൽ ഖൽബ്. സ്വഹാബത്തിനോട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നു, അറിയണം അത് ഹൃദയമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അത് കാണുന്ന ഒരുത്തനുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന മറ്റൊരു അധ്യാപനം കാണാൻ കഴിയും. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ, നിങ്ങളുടെ സ്വത്തിലേക്കോ സമ്പത്തിലേക്കോ നിങ്ങളുടെ ഭംഗിയിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്, മറിച്ച് വലാകിൻ യൻദുറുല്ലാഹ ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ കർമ്മത്തിലേക്കുമാകുന്നു എന്നാണ്. അപ്പോൾ ആദ്യം നോക്കുന്നത് എന്തിലേക്കാ? ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയം പരിശുദ്ധമാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ നന്നാവും. ആ ഹൃദയം മോശമാണെങ്കിൽ കർമ്മങ്ങളും മോശമാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുമ്പോൾ, സഹോദരങ്ങളെ, ഇസ്തിഖാമത്തിന് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ വിശാലതയും ഹൃദയത്തിന്റെ പരിശുദ്ധിയുമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അസ്ലുൽ ഇസ്തിഖാമത്തി, ഇസ്തിഖാമത്തിന്റെ അടിസ്ഥാനം എന്നത് ഇസ്തിഖാമത്തുൽ ഖൽബി അല തൗഹീദ്, നമ്മുടെ ഹൃദയത്തെ തൗഹീദിൽ ഊട്ടി ഉറപ്പിക്കുക എന്നതാണ്. അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. എന്തു വന്നാലും ശരി, എൻ്റെ റബ്ബ് മാത്രമാണ്, അള്ളാഹു മാത്രം ആരാധനയ്ക്ക് അർഹൻ,
പ്രാർത്ഥിക്കേണ്ടത്, സഹായം തേടേണ്ടത്, ഏത് നിലയ്ക്കും എനിക്ക് ഉപകാരവും ഉപദ്രവവും നൽകാൻ സാധിക്കുന്നവൻ അതല്ല മാത്രമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ തുടച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ, ഇസ്തിഖാമത്ത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു കൗൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഹൃദയം എന്നത് രാജാവാണ്. ഈ ഒരു രാജാവിന് പ്രജകൾ ഉണ്ടാവും അല്ലെ? ശരീരത്തിന്റെ മറ്റവയവങ്ങൾ പ്രജകളാണ്. രാജാവ് നന്നായാൽ പ്രജകൾ നന്നാകും, രാജാവ് മോശമായാലോ പ്രജകളും മോശമായി പോകും. എന്നതുപോലെ ഹൃദയത്തെ നന്നാക്കി കഴിഞ്ഞാൽ, അത് പ്രവാചകൻ പറഞ്ഞു വെച്ച ഹദീസിന്റെ മറ്റൊരു രൂപത്തിലൂടെ ഉപമിച്ചതാണ് അദ്ദേഹം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഫഇന്നൽ ഖുലൂബ ഹുവൽ മലിക്, അത് ശരീരത്തിന്റെ അവയവങ്ങളുടെ രാജാവാകും. അതുകൊണ്ട് തന്നെ ആ രാജാവ് നന്നാകണം, ആ രാജാവിന്റെ കമന്റ് നന്നാകണം. രാജാവാണല്ലോ നിയന്ത്രിക്കുന്നത്. ആ രാജാവ് നിയന്ത്രിക്കുന്നത് മോശപ്പെട്ട രൂപത്തിലാണെങ്കിൽ പ്രജകളും മോശപ്പെട്ട രൂപത്തിലായിരിക്കും. ആ രാജാവിന്റെ നിയന്ത്രണം, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ നിയന്ത്രണം ഏറ്റവും നല്ല രൂപത്തിലാണെങ്കിലോ നമുക്ക് പ്രവർത്തനങ്ങൾ നന്നാക്കാൻ കഴിയും. വനഹൻ നഫ്സ അനിൽ ഹവ, നമ്മുടെ ഹവ എവിടെയാ ഉദിക്കുന്നത്? ഹൃദയത്തിലാണ്. ആ നഹൻ നഫ്സ, അത്തരം ഹവകളെ സ്വന്തം ശരീരം, മനസ്സ് അതിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. രണ്ടാമത്തത് ഇംസാഖുൽ ലിസാൻ അലാ ഖൗദി ഫിൽ ബാത്തിൽ, അതായത് ബാത്തിലായ കാര്യങ്ങൾ അതിൽ മുഴുകുന്നതിൽ നിന്ന് നമ്മുടെ നാവിനെ പിടിച്ചു വെക്കണം. വളരെ പ്രധാനപ്പെട്ട, നമ്മൾ അധികവും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ഈ പറഞ്ഞ കാര്യം. നാവിനെ അടക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. അനാവശ്യമായ വിനോദ വർത്തമാനങ്ങൾ സംസാരിച്ച്, മോശപ്പെട്ട വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, ആളുകളെക്കുറിച്ച് ഇല്ലാത്തതും ഗീബത്തും നമീമത്തും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇസ്തിഖാമത്ത് നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? സുഫിയാൻ ഇബ്നു അബ്ദില്ലാ അസ്സഖഫി റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് ഹദ്ദസ്നി ബി അംരിൻ അഅ്തസിമു ബിഹി, എനിക്ക് നിലകൊള്ളാൻ, നിലനിൽക്കാൻ കഴിയുന്നതായ ഉപകരിക്കുന്ന ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു നൽകണം എന്ന് പറയുമ്പോൾ കാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുൽ റബ്ബി അല്ലാഹ്, നീ പറയണത് എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയണം. പറയാൻ മാത്രമല്ല സുമ്മസ്തഖിം, നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിലകൊള്ളുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും വേണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ആ മനുഷ്യൻ ചോദിക്കണം, സ്വഹാബി ചോദിക്കണം, ഖുൽതു യാ റസൂലല്ലാഹ് മാ അക്സറു മാ തഖാഫു അലയ്യ, എന്നിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്? ആദ്യം പറഞ്ഞ എന്താണ്? ആദ്യം ഉപദേശം ചോദിച്ചപ്പോൾ കുൽ റബ്ബി അല്ലാഹ് സുമ്മസ്തഖിം, എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ? മാ അക്സറു മാ തഖാഫ അലൈ, പ്രവാചകരെ താങ്കൾ ഏറ്റവും കൂടുതൽ എന്നിൽ ഭയപ്പെടുന്ന കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലിസാനി നഫ്സിഹി സുമ്മ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിനെ, സ്വന്തം നാവിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹാദാ, ഇതാകുന്നു. അപ്പൊ ഇസ്തിഖാമത്ത് ചോദിച്ചു, പറഞ്ഞു, അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞ് ഏറ്റവും പേടിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചപ്പോൾ നാവിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ നാവ് കൊണ്ട് പിഴച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. നമ്മുടെ നാവ് കൊണ്ട് ഇസ്തിഖാമത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ അടക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതുപോലെ വിജയത്തിനുള്ള മാർഗങ്ങൾ തേടി സഹാബത്ത് ചോദിക്കുമ്പോൾ അത് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ് ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് യാ റസൂലല്ലാഹ് മൻ നജാ, എന്താണ് വിജയത്തിനുള്ള മാർഗങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞത് അംസിക അലൈക ലിസാനക്, നീ എന്ത് ചെയ്യണം? നിന്റെ നാവിനെ പിടിച്ചു വെക്കണം എന്നാണ്. നീ നിന്റെ നാവിനെ ആവശ്യമുള്ള കാര്യത്തിന് ഉപയോഗപ്പെടുത്തണം, അതല്ലെങ്കിൽ നീ പിടിച്ചു വെക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിന്റെ വിഷയത്തിൽ പറഞ്ഞ ഗൗരവമേറിയ ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈർ ഔ ലിയസ്മുത്, ഒന്നുകിൽ നല്ലത് പറയണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം, നിന്റെ സംസാരത്തെ നീ അടക്കി വെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത് പറഞ്ഞിട്ടാണ്? ആദ്യം തുടക്കത്തിൽ എന്താ പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണോ നീ, എങ്കിൽ നീ എന്ത് ചെയ്യണം?
നല്ലത് സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ വെച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മുടെ നാവിൻ്റെ അനാവശ്യമായ സംസാരങ്ങൾ നമ്മൾ അറിയാതെ ശിർക്ക് സംസാരിക്കുന്ന, ബാത്തിൽ സംസാരിക്കുന്ന, അതിലൂടെ കുഫർ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മൂന്നാമത്തത് മുസാഹബത്തു സാലിഹീൻ വ മുജാലസതഹും, സാലിഹീങ്ങളുടെ കൂടെ കൂടുകയും അവരുടെ കൂടെ ഇരിക്കുകയും ചെയ്യുക എന്നത് ഈ ദീനിന് ഇസ്തിഖാമത്തുണ്ടാകാൻ കാരണമാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജോലി കഴിഞ്ഞ് നിങ്ങളുടെ വീടുകളിൽ മാത്രമായി നിങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു ഈമാനും തഖ്വയും നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുമായിരുന്നു? ഇല്ല എന്നതാണ് 100% നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ ഒരു കൂട്ടായ്മയും അതുപോലെ തന്നെ നിരന്തരമായ ക്ലാസ്സും വെള്ളിയാഴ്ചയിലെ ക്ലാസ്സുകളും ഇത് നമുക്ക് ഒരാഴ്ചക്കുള്ള എനർജി നമുക്ക് നൽകണം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇന്നമാ മസലുൽ ജലീസിൽ സാലിഹ് വ ജലീസിസ് സൂ, ഒരു സ്വാലിഹായ ആളുകളുടെ കൂടെ ഇരിക്കുന്നതിൻ്റെയും മോശപ്പെട്ട ആളുകളുടെ കൂടെ ഇരിക്കുന്നതിൻ്റെയും ഉപമയെന്ന് വെച്ചാൽ കഹാമിലിൽ മിസ്കി വനാഫിൽ കീത്, അതായത് അത്തറിനെ അല്ലെങ്കിൽ മിസ്ക് കസ്തൂരി കൊണ്ട് നടക്കുന്ന, അല്ലെ, സുഗന്ധം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുന്നത് പോലെയാണ് സ്വാലിഹിൻ്റെ കൂടെ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, അതിലെന്താ കിട്ടാനുള്ളത്? 3-4 കാര്യം കിട്ടും. ഒന്നുകിൽ എന്ത് ചെയ്യും, അതിനെ വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സാമ്പിൾ നോക്കാൻ കിട്ടും, ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ മണം. നമ്മളൊക്കെ ഇപ്പോൾ മലപ്പുറം ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, കുറേ ലൈറ്റൊക്കെ ഇട്ട് കുറേ കുപ്പികളൊക്കെ അടുക്കി വെച്ചിട്ട് കുറേ ആൾക്കാരുണ്ടാവും അത്തറിൻ്റെ കച്ചവടത്തിന്. അതുവഴി ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോയാൽ മതി, അല്ലേ, മണം ഇങ്ങനെ അടിച്ചു കയറും. ഒരു 50 മീറ്റർ അപ്പുറം നിന്ന് തന്നെ നമുക്ക് മണം അടിക്കാൻ കിട്ടും, ആസ്വദിക്കാൻ കഴിയും, അല്ലേ. എന്നതുപോലെ ഒരു അത്തറ് കച്ചവടക്കാരൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ 3-4 കാര്യം, ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ ഗന്ധമെങ്കിലും അതിൻ്റെ ഒരു മണമെങ്കിലും അടിക്കാൻ നമുക്ക് പറ്റും. എന്നതുപോലെ നല്ല കൂട്ടുകാരാണെങ്കിൽ, നല്ല കൂട്ടായ്മയുടെ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും അതിൻ്റെ ചില നന്മകൾ നമ്മളിലേക്കുണ്ടാകും. എന്നാൽ മോശപ്പെട്ടവൻ്റെ കൂടെയാണെങ്കിലോ, ഇവിടെ ഉലയിൽ ഊതുന്നവനെ പോലെയാണ് എന്നാണ്, അവൻ്റെ കൂടെ ഇരിക്കും. എന്താ അവിടെ സംഭവിക്കാനുള്ളത്? ഒന്നുകിൽ അതിൻ്റെ തീ തെറിച്ചിട്ട് നമ്മുടെ വസ്ത്രത്തെ കരിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ കാരണമാകും, അല്ലെങ്കിൽ നമ്മൾ ഈ നിങ്ങൾ നാട്ടിലൊക്കെ വേസ്റ്റുകൾ കത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേസ്റ്റ് കത്തിക്കുന്ന സമയത്ത് കുറച്ച് മാറി നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ വസ്ത്രം മണപ്പിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ആ പുകയുടെ ഒരു ഗന്ധം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ വെള്ള വസ്ത്രമാണെങ്കിൽ അതിലേക്ക് കരികൾ പുരളാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മോശപ്പെട്ടവൻ്റെ കൂടെയാണ് നമ്മുടെ ബന്ധമെങ്കിലോ മോശപ്പെട്ടതിലേക്ക് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നാണ്. ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും എന്ന് പറഞ്ഞു. ഫൽയൻദുർ മൻ യുഖാലി, എന്നാൽ നീ ഒരാളെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് നോക്കിയാൽ മതി എന്നാണ്. അത്രയേറെ ബന്ധം അല്ലെങ്കിൽ സ്വാധീനം അവൻ കൂട്ടുകൂടുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഇസ്തിഖാമത്ത് നിലനിർത്താൻ നല്ല കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. നല്ല ആളുകൾ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ നമ്മൾ നിലകൊണ്ടാൽ, അവരുടെ കൂടെ കൂടിയാൽ, അവരുടെ കൂടെ ഇരുന്നാൽ നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ, ഒരു മുഅ്മിന്റെ കൂടെ അല്ലാതെ നീ എന്ത് ചെയ്യരുത്, നീ സഹവസിക്കരുത് അല്ലെങ്കിൽ കൂട്ടുകൂടരുത്. വലാ യഅകുലു തആമക് ഇല്ലാ തഖി, തഖ്വയുള്ള ആളിൻ്റെ കൂടെ അല്ലാതെ നീ ഭക്ഷണം പോലും കഴിക്കരുത് എന്നാണ്. അപ്പോൾ അത്രയേറെ ഗൗരവം അല്ലെങ്കിൽ സ്വാധീനം എന്തിലുണ്ട്? ഈ കൂട്ടുകൂടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട് എന്നത് തന്നെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നാലാമത്തത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ലുസൂമുൽ ഇത്തിബാ വ തർക്കിൽ ഇബ്തിദാ. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രാധാന്യത്തോടുകൂടി ആ വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. ഇത്തിബാ ഉണ്ടാകണം, അതിൻ്റെ അനിവാര്യതയാണ്. പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന വിഷയത്തിൽ വളരെ പ്രാധാന്യം നമ്മൾ കാണിക്കുകയും വതർക്കുൽ ഇബ്തിദാ, നമ്മൾ പുത്തൻ ആചാരങ്ങളെ ഒഴിവാക്കുകയും ചെയ്യണം. പുത്തനായ ആശയങ്ങൾ, ആചാരങ്ങൾ പല നിലക്കുമുണ്ട്. വിശ്വാസ രംഗത്തുണ്ട്, ആചാര രംഗത്തുണ്ട്, അനുഷ്ഠാന രംഗത്തുണ്ട്. അത്തരം പുത്തൻ ആചാരങ്ങൾ, ആദർശങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വെടിയുകയും ചെയ്യണം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആൻ നമുക്ക് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി തന്ന വിഷയമാണ്. അത് ഇസ്തിഖാമത്തിന് വളരെ ഉപകരിക്കുന്ന കാര്യമാണ്.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അന്തിമ നിമിഷങ്ങളിലുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഒരു ദിവസം സുബഹി കഴിഞ്ഞ് പ്രവാചകൻ ഉപദേശിക്കാൻ വേണ്ടി എണീറ്റു. കഅന്നഹു മൗഇളതു മുവദ്ദിഇൻ, ഇതൊരു വിടവാങ്ങുന്നവന്റെ പ്രസംഗം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വഹാബികൾ എണീറ്റ് ചോദിക്കാൻ തുടങ്ങി, പ്രവാചകരെ ഔസിന, നമുക്ക് ഉപദേശിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ അവിടെ 4 പ്രധാനപ്പെട്ട ഉപദേശം കൊടുത്തെടുത്ത് അതിലൊരു ഉപദേശം, നിങ്ങൾ പുത്തൻ ആചാരങ്ങളെ സൂക്ഷിക്കണം, ആ പുത്തൻ ആചാരങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗമായി കൊണ്ട് എൻ്റെ സുന്നത്തുണ്ട്, എൻ്റെ സ്വഹാബത്തിന്റെ മാർഗമുണ്ട്, ഖുലഫാഇർ റാഷിദീങ്ങളുടെ മാർഗമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞത് അലൈക്കും, പിന്നെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണം എന്നാണ്? ബിദ്അത്തിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ബിദ്അത്തിനെ വളരെ ഗൗരവപൂർവ്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. പ്രവാചകന്റെ ഖുതുബയിൽ മുഴുവൻ എന്താ ഉള്ളത്? ഖുതുബയുടെ തുടക്കത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, നാട്ടിലുള്ള ഖുതുബകളിലൊക്കെ അധികം നമ്മൾ കേൾക്കാറുണ്ട്, എന്ത്? കുല്ലം ബിദ്അത്തിൻ ളലാല കുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തും നാശത്തിലേക്കാണ്, നരകത്തിലേക്കാണ് എന്ന് നിരന്തരം ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും നിരുപാധികം അനുസരിക്കാൻ നമുക്ക് തയ്യാറാകണം. നമ്മൾ തയ്യാറായാൽ നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നാട്ടിലുണ്ടാകുന്ന പുത്തൻ ആചാരങ്ങളെയും ആശയങ്ങളെയും വെടിയുവാനും നമ്മൾ തയ്യാറാകണം. ഏതായാലും നല്ലതല്ലേ, പുണ്യമല്ലേ എന്ന് പറഞ്ഞ് അത്തരം ആ കാര്യങ്ങളിലേക്ക്, ബിദ്അത്തിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ അറിയാതെ വഴികേടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ഫത്തബിഊനി, എന്നെ പിൻപറ്റണം. അങ്ങനെ പിൻപറ്റിയാലോ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല, ബാക്കി എന്താ പറഞ്ഞ, യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുവാനും അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കാനും കാരണമാകുന്നതാണ്. അതോടൊപ്പം ഇസ്തിഖാമത്ത് നിലനിർത്താൻ നമുക്ക് സാധിക്കും എന്നത് ഈ ആയത്തുകളെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മറ്റൊരു ആയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ബിദ്അത്തുകളെ ഒഴിവാക്കണം. ഇന്ന് ബിദ്അത്തുകൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ബിദ്അത്തുകൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. ആ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകളെ കുറിച്ച് അന്ന് ഹുദൈഫത്തുൽ ബിനുൽ യമാനി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞത്, സഹാബത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ഈ താബികളുടെ കാലഘട്ടത്ത് ഹുദൈഫത്ത് ബിൻ യമാനി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നു. പ്രവാചകന്റെ വഫാത്തിന് ശേഷം താബികളുടെ തുടക്ക കാലഘട്ടം. അന്ന് 2 കല്ലുകൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് താബികളോട് ചോദിക്കാണ്, ഈ കല്ലിനിടയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. വെളിച്ചം കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല, കലീൽ, വളരെ കുറച്ചല്ലാതെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബിദ്അത്ത് വ്യാപകമാകും. ആ ബിദ്അത്ത് വ്യാപകമാകുന്ന സമയത്ത് ഈ കല്ലിനിടയിലൂടെ നിങ്ങൾ കണ്ട വളരെ കുറച്ച് നേരിയ വെളിച്ചം മാത്രമായിരിക്കും സുന്നത്തിന്റെ വക്താക്കൾ, അല്ലെങ്കിൽ സുന്നത്ത്. എന്നിട്ട് അന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്, ഒരു മനുഷ്യൻ ബിദ്അത്തിനെ ഒഴിവാക്കിയാൽ ബിദ്അത്തിന്റെ കക്ഷികൾ പറയും, ഇവൻ സുന്നത്തിനെ ഒഴിവാക്കിയിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥ അതല്ലേ? നമ്മുടെ നാടുകളിൽ എന്താ അവസ്ഥ? ഒരു പുതിയ ദിക്ർ ആരെങ്കിലും കൊണ്ടുവരുന്നു, അത് തൗഹീദുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ പറയും, ഇയാൾ പുത്തൻവാദിയാണ്, ഇവൻ സുന്നത്തിനെതിരാണ്, ഇവൻ സ്വലാത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ അഴിച്ചുവിടാൻ അവർ തയ്യാറാവും. അതുകൊണ്ട് ഗൗരവമേറിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹാബത്ത് അതിൽ നിലകൊണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകണമെങ്കിൽ പുത്തൻ ആചാരങ്ങളെയും ആശയങ്ങളെയും നമ്മൾ വെടിയണം എന്നത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. 5-മത്തെന്ന് അറിയോ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ത്വലബുൽ ഇൽമി ശറഅ, ശറഈയായ മതപരമായ അറിവുകൾ അത് അന്വേഷിക്കണം, തേടിപ്പിടിക്കണം, പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ്. അറിവ് നേടുന്നതിനനുസരിച്ച് നമുക്ക് വെളിച്ചങ്ങൾ ലഭിക്കും. അറിവ് നേടുന്നതിനനുസരിച്ച് കൂടുതൽ നന്മയിലേക്ക് നിലകൊള്ളാൻ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ഇന്നിപ്പോൾ അള്ളാഹുവിൻ്റെ അൽ കബീർ, അൽ മുതആൽ, അതുപോലെ തന്നെ മുതകബ്ബിർ പോലെയുള്ള പേരുകൾ നമ്മൾ പഠിച്ചു. ആ പേര് പഠിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു ആശ്വാസം എന്താ? ആ പേരുകൾ പഠിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു വെളിച്ചം എന്താണ്? ആ പേരുകളിൽ നിന്ന് വിശ്വാസികൾക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെക്കുറിച്ച് ഇവിടെ ഉസ്താദ് ക്ലാസ് എടുത്തു. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിനുള്ള വിശ്വാസം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയും.
ദീനിലുള്ള ആ ഒരു ആത്മാർത്ഥത നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും. പരലോകത്തേക്കുള്ള നന്മകളെ ഈ ദുനിയാവിൽ വെച്ച് ചെയ്തു തീർക്കാൻ കഴിയും. ആ രൂപത്തിൽ നമുക്ക് ഇസ്തിഖാമത്തോടുകൂടി നിലനിർത്താൻ അഞ്ചാമത്തെ കാര്യമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് മതപരമായ അറിവ് നേടുക എന്നത് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. കാരണം ഇന്നമാ യഖ്ഷല്ലാഹ, ബാക്കി എന്താ ആയത്ത്, മിൻ ഇബാദിഹിൽ ഉലമ, പണ്ഡിതന്മാരാണ് ഏറ്റവും കൂടുതലും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ ആ പണ്ഡിതന്മാർ അറിവ് നേടിയത് കൊണ്ടാണ്. അറിവ് നേടി അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ക്രമീകരണം നടത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച്, തിരിച്ചറിവുണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഇസ്തിഖാമത്ത് നിലനിർത്താൻ, ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇസ്തിഖാമത്ത് ഉള്ള ഒരാൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്ത് എന്നാണ്, ഇസ്തിഖാമത്തിൻ്റെ നേട്ടങ്ങൾ എന്ത് എന്നാണ്. ഒന്നാമത്തത് സബാത്തു അലദ്ദീൻ, ദീനിൽ എന്ത് ചെയ്യാം, അടിയുറച്ചു നിൽക്കാൻ കഴിയും. ഇസ്തിഖാമത്ത് നിലനിർത്താൻ ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, അവന് ദുനിയാവിലും ആഖിറത്തിലും അവന് അടിയുറച്ചു നിൽക്കാൻ, വേരുറച്ചു നിൽക്കാൻ അവന് സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. രണ്ടാമത്തത് ഹയാത്തുൻ ത്വയ്യിബ, മാന്യമായ നല്ല ജീവിതം, ത്വയ്യിബായ ജീവിതം നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ, ഇവിടെ ഈ ആദർശത്തിന്റെ വിഷയത്തിൽ, ഇസ്തിഖാമത്തിന്റെ വിഷയത്തിൽ ആണ് പെണ്ണ് എന്ന വേർതിരിവില്ല. ഇസ്ലാമിന്റെ ആദർശത്തിന്റെ വിഷയത്തിൽ ആണ് പെണ്ണ് എന്ന വേർതിരിവേ ഇല്ല. ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്തവർ, മൻ അമില സാലിഹൻ, സാലിഹായ കർമ്മങ്ങൾ ചെയ്തു, മിൻ ദക്കരിൻ ഔ ഉൻസ. പക്ഷെ അത് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് ചേർത്ത് പറഞ്ഞ എന്താ, എങ്ങനെ ആയിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടത്, വഹുവ മുഅ്മിൻ, മുഅ്മിനായിരിക്കണം. മുഅ്മിനായിക്കൊണ്ട് ഇബാദത്ത് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ വേറെ തന്നെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മുഅ്മിനായിക്കൊണ്ട് അത്തരം കർമ്മങ്ങൾ ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ, അള്ളാഹ് ഒന്നാമതായി ദുനിയാവിന്റെ വിഷയത്തെ എടുത്തു പറഞ്ഞു. ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ, ഈ ദുനിയാവിൽ മാന്യമായ ത്വയ്യിബായ ജീവിതം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓഫർ നൽകുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷമുള്ള ബാക്കി ആയത്ത് എന്താ, ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ദുനിയാവിൽ ഏറ്റവും നല്ല ഇസ്തിഖാമത്തോടുകൂടി നിലകൊണ്ടുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ നന്നാക്കിയത് കൊണ്ട് അവർക്ക് എന്താ കിട്ടാനിരിക്കുന്നത്, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർക്ക് നല്ല മാന്യമായ പ്രതിഫലം അവർക്ക് പരലോകത്ത് അള്ളാഹു നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മൂന്നാമത്തെന്നറിയോ, മൂന്നാമത്തത് മരിക്കുമ്പോൾ നമുക്ക് സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് മരിക്കാൻ സാധിക്കും. ആദ്യം ഓതി വെച്ച 5 വജ്ഹുകൾ പറഞ്ഞ ആ ആയത്തിന്റെ ബാക്കി എന്തായിരുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, മരണവേളയിൽ അവരുടെ അടുക്കൽ ആര് വരും എന്നാണ്, മലക്കുകൾ ഇറങ്ങി വരും എന്നാണ്. പിന്നെ എന്താ പറയണത്, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം എന്നത് മരണവേളയിലെ സന്തോഷമാണ്. എന്താ പറഞ്ഞത്, വലാ തഖാഫു, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, പരലോകത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദുനിയാവിൽ ഇട്ടേച്ചു പോകുന്ന നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ വിഭവങ്ങളുടെയും നിങ്ങളുടെ സ്വത്തിൻ്റെയും വിഷയത്തിൽ നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, വ്യസനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം നൽകപ്പെട്ട ആ സ്വർഗമിതാ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്കുകൾ നമ്മളെ സ്വീകരിക്കുന്ന, ആനയിക്കുന്ന ഒരവസ്ഥയാണ് മരണവേളയിൽ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കാനിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ്. അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാലാമത്തത് മരണാനന്തരം വമ്പിച്ച പ്രതിഫലമാണ്. നാലാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് വായിക്കാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ഇല്ലാ ദില്ലഹു, അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത ഒരു വേള വരാനുണ്ട്. മഹ്ശറയിൽ ഒരു ചാണകലെ
സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ഓരോരുത്തരും അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലമായി കൊണ്ട് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നതാണ്. അന്ന് ഒരു തണലുമില്ലാത്ത അർഷിന്റെ തണൽ അള്ളാഹുവിൻ്റെ 7 വിഭാഗം ആളുകൾക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ അർഷിന്റെ തണൽ 7 വിഭാഗം ആളുകൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഹദീസിനെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിക്കുമ്പോൾ അൽ ഇമാമുൽ ആദിൽ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഇസ്തഖാമ അല അദിലിഹി, അവൻ്റെ നീതിയിൽ അവൻ നിലകൊണ്ടു. ഇമാമായിരുന്ന കാലത്ത് അല്ലെങ്കിൽ നേതാവായിരുന്ന കാലത്ത് അവൻ അവൻ്റെ നീതിപൂർവമായ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായിരുന്നു എടുത്തത്. അതിൽ നിലകൊണ്ടിരുന്നു എന്നാണ്, അതിൽ ഇസ്തിഖാമത്തുണ്ടായിരുന്നു എന്നാണ്, അതിലിൽ ഇസ്തിഖാമത്തുണ്ടായിരുന്നു. വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, അവൻ്റെ റബ്ബിനെ ആരാധിക്കുന്ന വിഷയത്തിൽ അവൻ്റെ ചെറുപ്പകാലത്ത് യുവത്വകാലത്ത് ഏറ്റവും നല്ല രൂപത്തിൽ റബ്ബിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ പുലർത്തി അതിൽ ഇസ്തിഖാമത്തുണ്ടായി എന്ന് പറഞ്ഞാൽ അത് മരണം വരെ തുടർത്തി കൊണ്ടുപോയി എന്നാണ്. ഇസ്തഖാമ അല ഇബാദത്തി റബ്ബിഹി, അവൻ്റെ റബ്ബിനെ ആരാധിക്കുന്ന വിഷയത്തിൽ അവന് ഇസ്തിഖാമത്തുണ്ടായിരുന്നു എന്നാണ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫീ മസാജിദി എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇസ്തഖാമ അല മുഹാഫളത്തി അല സ്വലാത്തിൽ ജമാഅ, നിസ്കാരം, അത് ജമാഅത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ സംരക്ഷണം, ആ ഒരു വിഷയത്തിൽ അവൻ കണിശത പാലിച്ചു, അതിനെ കാത്തു സംരക്ഷിക്കാൻ കൃത്യമായി ജമാഅത്തുകളെ മുടക്കാതെ നിസ്കാരം നിർവഹിക്കാൻ അവൻ ഇസ്തിഖാമത്ത് കാണിച്ചു എന്നതാണ്, അവൻ നിലകൊണ്ടു എന്നാണ്. ആ വിഷയത്തിൽ അവൻ അങ്ങനെ തന്നെ നിലകൊണ്ടു എന്നതാണ് ആ അർഷിന്റെ തണൽ ലഭിക്കാനുള്ള കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. വറജുലാനി തഹാബ ഫില്ല ഇജ്തമാഅ അലൈഹി വതഫറഖ അലൈഹി, 2 ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടു, ആ അവസ്ഥയിൽ അവർ മരണപ്പെട്ടു പോയി. ചില ആളുകൾ വ്യാഖ്യാനിച്ചത് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിരിഞ്ഞുപോയി എന്നാണ്. അങ്ങനല്ല, ആ അവസ്ഥയിൽ തന്നെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി മടങ്ങിപ്പോയവർ, അവരുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഇസ്തഖാമ അലൽ ഹുബ്ബി ഫില്ലാ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ചു, അതിൽ നിലകൊണ്ടു, അതുകൊണ്ട് അവർക്ക് ആ ഇസ്തിഖാമത്തുള്ളത് കൊണ്ട് അവർക്ക് അർഷിന്റെ തണൽ ലഭിച്ചു എന്നാണ്. അതുപോലെ തന്നെ അടുത്ത ഭാഗം വിശദീകരിച്ചത് വറജുലുൻ ത്വലബത്ഹു ഇംറഅത്തുൻ ദാത മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഒരു സുന്ദരിയായ ഒരു പെണ്ണ്, നല്ല കുലമഹിമയുള്ള ഒരു പെണ്ണ്, അവളുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി രഹസ്യ വേഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്നും മാറി നിന്നവൻ, അത് പണ്ഡിതന്മാർ വിശദീകരിക്കണം ഇസ്തഖാമ അല ഖൗഫിൻ മിനല്ലാഹ്, അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിഷയത്തിൽ അവൻ ഇസ്തിഖാമത്തുണ്ടായി. അവൻ്റെ എല്ലാ സാഹചര്യത്തിലും അവൻ ഏതേത് അവസരങ്ങൾ കിട്ടിയപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിലകൊണ്ടവൻ, എത്ര വലിയ ദുർബലമായ ഈമാൻ അവനെ പിടികൂടിയ സാഹചര്യത്തിലും അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി നിലകൊണ്ടവൻ, അങ്ങനെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും അവൻ സംരക്ഷിച്ചവൻ, അവന് അള്ളാഹുവിൻ്റെ അർഷിന്റെ തണലുണ്ട് എന്ന്. ഇവിടെ എല്ലാം ഇസ്തിഖാമത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ആ ഇസ്തിഖാമത്ത് നിലകൊണ്ടു. അവൻ്റെ വിശ്വാസരംഗത്ത്, ആചാരരംഗത്ത്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ മേലിലുള്ള ഇഷ്ടം കൊണ്ട്, അങ്ങനെ തുടങ്ങി ഏതെല്ലാം മേഖലയുണ്ടോ ദീനിൻ്റെ സർവ്വ മേഖലകളിലും അവൻ ഇസ്തിഖാമത്തോടുകൂടി നിലകൊണ്ടു എന്നതാണ് യഥാർത്ഥത്തിൽ അവന് ഈ അർഷിന്റെ തണൽ ലഭിക്കാനുള്ള കാരണമായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. 5-മത്തത് ദുഖൂലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇസ്തിഖാമത്തുള്ളവന് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, ഈ ആയത്ത് പറഞ്ഞിട്ട് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞതിന് ശേഷം സൂറത്തു അഹ്കാഫിന്റെ 14-മത്തെ ആയത്തിൽ പറഞ്ഞത് ഉലൈക അസ്ഹാബുൽ ജന്ന, അക്കൂട്ടരാകുന്നു സ്വർഗനിവാസികൾ. സ്വർഗത്തിന്റെ ആളുകൾ ഈ ഇസ്തിഖാമത്തോടുകൂടി വിശ്വാസ രംഗത്ത്, ആചാര രംഗത്ത്, അനുഷ്ഠാന രംഗത്ത് അവർ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളതുകൊണ്ട് ഉലൈക അസ്ഹാബുൽ ജന്ന ഖാലിദീന ഫീഹ, അവർ എന്നെന്നും നിത്യവാസികളായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായിക്കൊണ്ട്, പ്രവർത്തിച്ചതിൻ്റെ നന്മയായിക്കൊണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തു, അവർക്ക് കൊടുത്തു എന്നതാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ രംഗത്ത്, കർമ്മ മേഖലയിൽ, ആചാര മേഖലയിൽ എല്ലായിടത്തും അള്ളാഹുവും റസൂലും എന്താണോ പഠിപ്പിച്ചത് അതിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
നമുക്കറിയാലോ, നമുക്ക് ദീൻ എത്തിച്ചു തരാൻ വഹി ലഭിക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിൽ, ആ പ്രവാചകന്റെ രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിൽ, ആ പ്രവാചകന്റെ ആദർശ സംരക്ഷണത്തിന്റെ വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു എന്നതിൽ നമുക്ക് സംശയമില്ല. അതിനുവേണ്ടിയാണ് ഹിജ്റ പോയത്, അതിനുവേണ്ടിയാണ് ത്വായിഫിലേക്ക് പോയത്, അവിടെ നിന്ന് കല്ലേറ് വാങ്ങിയത് ആ ആദർശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, നീ ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രവാചകൻ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളും പ്രാർത്ഥിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ ഈമാനിന്റെ വിഷയത്തിൽ അതിനെ ഊട്ടിയുറപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം നമ്മൾ ആത്മാർത്ഥമായി നിരന്തരം പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഈ ഒരു പ്രാർത്ഥന പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് സഹാബത്ത് ചോദിക്കണ, യാ നബി അല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ നബിയെ, ആമന്നാ ബിക വമാ ബിമാ ജിഅത ബിഹി. റസൂലേ, താങ്കളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, താങ്കൾ കൊണ്ടുവന്നതിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. പിന്നെ ഫഹൽ തഖാഫു അലൈന, എന്നിട്ടും നിങ്ങൾ നമ്മുടെ വിഷയത്തിൽ പേടിക്കണം. സ്വഹാബത്ത് ചോദിക്കാണ്. പ്രവാചകനിൽ നിന്ന് ദീന് കേട്ട് ആചരിച്ച് അനുഷ്ഠിച്ച് പോരുന്ന സ്വഹാബത്ത് പ്രവാചകനോട് ഈ സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കുകയാണ്, റസൂലെ, നിങ്ങളിൽ വിശ്വസിച്ച് കണ്ടു വിശ്വസിച്ചവരാണ് ഞങ്ങൾ, നിങ്ങൾ കൊണ്ടുവന്നതെല്ലാം നമ്മൾ വിശ്വസിച്ച് ആചരിച്ചു പോകുന്നുമുണ്ട്, എന്നിട്ടും നിങ്ങൾ നമ്മുടെ മേൽ ഭയപ്പെടുകയാണോ? എന്തിൽ നിന്ന്? ദീനിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടുകയാണോ എന്നാണ് സ്വഹാബത്തിന്റെ ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ? ഖാല നഅം. സ്വഹാബത്തിന്റെ വിഷയത്തിൽ പറയുന്നത് നഅം, അതെ എന്ന് പറയുന്നു. അപ്പൊ ദുർബലരായ നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ പ്രവാചകൻ അവരോട് പറയാണ്, അതെ, നിങ്ങളുടെ വിഷയത്തിൽ തന്നെ നമ്മൾ പേടിക്കാണ്. ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഈനി മിൻ അസാബിഇല്ലാഹ്. അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് നമ്മുടെ ഹൃദയം എന്നുള്ളത്. യുഖല്ലിബുഹ കൈഫ യശാ. അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ മാറ്റിമറിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ആദർശം, നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ഹൃദയം. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അത് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന, ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളാൻ സാധിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. നേരത്തെ അതിന് ഉതകുന്ന കാര്യങ്ങൾ 5 കാര്യങ്ങൾ പറഞ്ഞതിൽ അറിവ് പഠിക്കുക, നല്ല ആളുകളുമായി കൊണ്ട് കൂട്ടുകൂടുക, അവരോടൊപ്പം സഹവസിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ അത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനേക്കാളുപരി തൗഹീദ് നിലനിർത്താൻ, തൗഹീദ് ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെല്ലാം അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക വഅഅദാഅദ്ദീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.